ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് കണ്ട്. ആ പോസ്റ്റ് ഞാൻ അവിടെ മുകളിൽ കൊടുത്തേക്കാം, നോക്കിക്കോ. പ്രണയിച്ച ഡോക്ടർ മറ്റൊരു വിവാഹം കഴിച്ചു. ഭാര്യയായ വനിതാ ഡോക്ടർക്ക് HIV രക്തം കുത്തിവെച്ച് നഴ്സിൻ്റെ പ്രതികാരം. ഇതായിരുന്നു ന്യൂസ് കേട്ടോ. ഇത് നമ്മളെ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടി. എന്താണെന്നല്ലേ ആലോചിക്കുന്നത്, അത് ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം രാജേഷ് ശ്രീധറിൻ്റെ റെയർ എന്ന പുസ്തകം പ്രകാശിതമായിട്ട് കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് നോക്കെ പേര് തന്നെ റെയർ നോക്ക്, ഉറുമ്പുകളുടെ വെച്ചാണ് ആ റെയർ എഴുതിയേക്കുന്നത് തന്നെ. അതിനകത്ത് എന്തോ ഒരു ഇതില്ലേ, തന്നെ. ഈ പുസ്തകത്തിൽ ഒരു 7 കഥകളുണ്ട് കേട്ടോ. ആ 7 കഥകളിൽ ഒരു 5ാമത്തെ കഥ നോക്ക്, ഒറ്റ നക്ഷത്രം കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒറ്റ നക്ഷത്രം. ഈ കഥയിലെ ക്ലൈമാക്സ് ഏകദേശം അത് തന്നെ കേട്ടോ. ഈ ക്ലൈമാക്സ് അത് തന്നെ. അതിനകത്ത് കഥയെന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ പ്രണയിച്ച് കിടക്കുന്നത്. ഇതിനകത്ത് നായികയാണെങ്കിൽ നേഴ്സാട്ടോ. അങ്ങനെ ഇനി പ്രണയിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്തോ കാരണത്താൽ നായിക ചിന്തിക്കുന്നത് എങ്ങനെ ഇവനെ ഒഴിവാക്കാമെന്നാണ്. ഇങ്ങനെ നോക്കിയിരുന്ന സമയത്ത് ഇവന് ചില കാരണങ്ങൾ കൊണ്ട് ഇവനൊരു ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് വരും. എല്ലാ ദിവസവും ഇവളാണ് മരുന്ന് കുത്തിവയ്ക്കുന്നത്. ഇവൾ മരുന്നെന്ന് പറഞ്ഞ് കുത്തിവയ്ക്കുന്നത് എന്തുവായിരുന്ന HIV വൈറസുള്ള അണുബാധയുള്ള മരുന്നാണ് ഇവൾ കുത്തിവെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവൻ പയ്യെ അതിനകത്തോട്ട് HIV രോഗിയായിട്ട് മാറിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവൻ കുറേ നാളെയൊക്കെ ശേഷം അവൻ അറിയുന്ന അവനൊരു HIV രോഗിയാണെന്ന് അവന് മനസ്സിലാവുന്നു. പക്ഷേ അവൻ അറിയുന്നില്ല ഇത് HIV എങ്ങനെ വന്നെന്ന്. ഇവൻ്റെ പെട്ടെന്നുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവളെ അടുത്ത് എന്തു പറയും, ഞാനൊരു ചീത്ത സ്വഭാവമുള്ള ഒരാളാണെന്ന് അവൾ തെറ്റിദ്ധരിക്കത്തില്ലയോ എന്നുള്ള ഒരു ടെൻഷനായിരുന്നു ഇവന്. അവൻ പിന്നെ ചിന്തിക്കുന്നത് അവളെ ജീവിതമെങ്കിലും രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ അവൻ ചിന്തിക്കുന്ന അങ്ങനെ പോകുന്നു. അവൻ പിന്നെ പയ്യെ അങ്ങ് മരണത്തിലോട്ട് പോകട്ടെ. മരണിക്കുന്ന ആ നിമിഷവും അവൻ അറിയുന്നില്ല ഇവൻ എങ്ങനെ HIV വന്നതെന്ന് അറിയുന്നില്ല കേട്ടോ. ഇങ്ങനെ ഈ കഥ ഞാൻ വായിച്ചതിന് ശേഷമാണ് ഈ ന്യൂസ് ഞാൻ കേൾക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടി. ഈ കഥ പബ്ലിഷ് ചെയ്തേക്കുന്നത് 2025 ഡിസംബർ മാസത്തിലാണ് ഈ കഥ പബ്ലിഷ് ചെയ്തേക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഈ ബുക്കിനകത്ത് ഉള്ള അതേ ഒരു ക്ലൈമാക്സും അതേ ഒരു കഥയുമാണല്ലേ ഇവിടെ ഇപ്പം ഞാൻ കണ്ടേന്ന് കേട്ടോ. അന്നേരം നിങ്ങളെല്ലാവരും ഈ റെയർ എന്ന പുസ്തകം വായിക്കണം കേട്ടോ. അത്രയ്ക്ക് സൂപ്പറായിട്ട് ഇതിലൊക്കെ ഓരോ കഥകളും ഓരോ വെറൈറ്റികൾ എല്ലാവരും വായിച്ചു നോക്കണം. ഈ പുസ്തകത്തിന് നിങ്ങളെല്ലാവരും മേടിക്കാനുള്ള ഫോൺ നമ്പർ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. എല്ലാവരും ആ നമ്പറിൽ വിളിച്ചാൽ മതി.